അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദര സഹോദരിമാരെ, കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് നൂറെ ഹബീബെ തങ്ങളെക്കുറിച്ച് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു നമ്മുടെ ഗ്രൂപ്പിൽ, നമ്മുടെ യൂട്യൂബിൽ. അപ്പോൾ തങ്ങളെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിനകത്ത് സംസാരിച്ചത്. ഈ വീഡിയോ കണ്ട ഒരു പ്രിയപ്പെട്ട സഹോദരി എൻ്റെ വാട്സപ്പിലേക്ക് എൻ്റെ നമ്പർ കണ്ടിട്ട് ആ നമ്പറിലേക്ക് ഒരു വോയിസ് ക്ലിപ്പ് അയച്ചു തന്നിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് 26 സെക്കൻഡുള്ള ഒരു വീഡിയോ ക്ലിപ്പാണ്. എന്താണ് ആ വീഡിയോ, ആ ക്ലിപ്പ് എന്നുള്ളത് നമുക്ക് കേട്ടിട്ട് വരാം. എന്തായാലും നമ്മൾ ഓരോരുത്തരെയും ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ആ പ്രിയപ്പെട്ട സഹോദരി പറയുന്നത്. അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാതുഹു. നൂറെ ഹബീബിനെ പറ്റി നിങ്ങളൊരു പോസ്റ്റ് കണ്ടു ഞാൻ. പക്ഷെ നൂറെ ഹബീബ് എന്ന് പറഞ്ഞ തങ്ങള്, ഞാൻ 9 കൊല്ലമായി ഉസ്താദെ ഞാൻ രോഗത്തിൽ, സിഹർ ബാധിച്ച രോഗത്തിൽ. നിങ്ങളിത് കണ്ട് ഇപ്പം ഞാൻ കണ്ട ഒരു 5 മിനിറ്റ് മുമ്പേ. അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത്, 9 കൊല്ലം ഞാൻ ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാണ്ട് രോഗത്തെ രക്തം ഛർദ്ദിച്ചിട്ട് ആംബുലൻസിൽ എന്നെ കൊണ്ടുപോയി അത്രയും വിഷമത്തിലായിട്ട് 9 കൊല്ലം ഞാൻ സഹിച്ച്. 8 മാസം ഞാൻ അവരെ തങ്ങളെത്തി ഞാൻ മാസത്തിൽ പോയിട്ടുണ്ട്. അങ്ങനെ പോവുകയും വരികയും ചെയ്തു. ആ തങ്ങളെ കൊണ്ട് എനിക്ക് ഇപ്പം ഞാൻ ഭക്ഷണം കഴിക്കുന്നു. 11 മാസം കഴിഞ്ഞ ശഅബാൻ മുതൽ ഈ ശഅബാൻ വരെ ഞാൻ തീരെ ഒരു ഭക്ഷണവും കഴിച്ചുകൂടാണ്ട് എന്താ ഛർദിയും വയറ്റിൽ വേദന എന്നേ രോഗമൊന്നുമില്ല. അപ്പം ഞാനങ്ങനെ ഇതായിട്ട് എനിക്കിപ്പം കുറച്ച് സുഖം കിട്ടിയത് ആ തങ്ങളെ കൊണ്ടാണ്. ഉസ്താദിൻ്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടത്, അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ തങ്ങളെ കൊണ്ട് എത്രയോ ആൾക്കാർക്ക് രോഗം ശിഫിയാകുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അള്ളാഹു ആലം. കേൾക്കുമ്പോൾ സങ്കടം തോന്നുന്നു. എന്തെന്നാണെന്നറിയല്ലോ ഉസ്താദെ. ഞാനിപ്പോൾ ഒരു പോസ്റ്റിങ്ങുള്ളത് കണ്ടതാ, ഇങ്ങനെ ഇത് ആത്മപൂവായ എന്നുള്ള ആ ബൈറ്റും ചൊല്ലിയിട്ടുള്ള. അപ്പം ഞാൻ പറഞ്ഞു, എന്തിനാ ഇത് നോമ്പിനി പറയുന്നതെന്ന് അറിയില്ല. അത്രയും ഞാൻ വിഷമത്തിൽ ഇനി എന്തെന്നാ ഞാൻ ചെയ്യണ്ടേ എന്ന് ഞാൻ വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ യൂട്യൂബിൽ ഞാൻ വേറെ ഒരു പരിപാടി കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നമ്മൾ പോസ്റ്റ് ഇട്ടാൽ എന്തെങ്കിലും ഒരു ഇത് വോയിസ് ഇട്ടാൽ അവരെടുക്കൂല മദനിയത്തിൽ. ഞാൻ വെറുതെ ഇതിങ്ങനെ ഞാൻ ഇങ്ങനെ യൂട്യൂബ് നോക്കുമ്പോൾ വെള്ളം കുടിക്കാൻ തീരെ സുഖമില്ല. ഞാൻ അസ്തമായ സമയത്ത് ഞാനിങ്ങനെ മുഹറം 10-ന് 9-ന് ഞാനിങ്ങനെ നോക്കും. ഞാൻ ഇത് കണ്ട നൂറെ ഹബീബ് ഇങ്ങനെ ഒരുപാട് ആൾക്ക് രോഗം മാറുന്നു. അപ്പം ഞാനവിടെ പോയിട്ട് അപ്പം എന്നോട് പറഞ്ഞു, 6 മാസം കൊണ്ട് നിങ്ങളുടെ രോഗം ഉള്ള ശിഫിയാക്കി തരുന്നുണ്ട്. അപ്പം ഞാൻ 6 മാസം കഴിഞ്ഞ് 6 മാസം വരെ ഒരു ഡോക്ടറായിട്ടും പോകുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ കട്ടുമ്മൽ കടന്ന് ഭക്ഷണവും ഇല്ല വെള്ളവും ഇല്ല ആ രീതിയിൽ കടന്ന് ഞാൻ 6 മാസം കഴിച്ച്. അപ്പോൾ ഉസ്താദെ 6 മാസം കഴിഞ്ഞാൽ ഞാൻ പോയി വീണ്ടും എല്ലാ മാസവും ഞാൻ പോയാൽ എന്നോട് തന്നെ 2 മാസം കൂടി സഹിക്ക് നോമ്പാകുമ്പോഴത്തെ ശിഫിയാക്കും. അപ്പോൾ അതേപോലെ നോമ്പാകുമ്പോഴത്തേക്കും ഭക്ഷണം കഴിച്ച് ഛർദി മാറി. ഇനിയിപ്പം കുറേ വിഷമം കൂടി ഉണ്ട്. ഊരവേദന വന്ന് അതിൽ അറ്റാക്ക് വന്ന് എല്ലാ രോഗങ്ങളും വന്ന് ഒരു രോഗം വരാൻ ബാക്കിയില്ല. അപ്പോൾ അതിനെല്ലാം ഇപ്പം ഗുളിക അയക്കുന്നുണ്ട്. 8 മാസമായവരെ. ഇപ്പം ലാസ്റ്റ് എനിക്ക് അറ്റാക്ക് വന്നത് അതിൻ്റെ ഞരമ്പിൻ്റെ രക്തോട്ടോടുന്ന ഗുളിയും കഴിക്കുന്നുണ്ട്. ഉസ്താദ് എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് ദുആ ചെയ്യും. ഞാൻ ആ ക്ലിപ്പ് അത് കണ്ടത് കൊണ്ട് ഞാൻ ഉസ്താദിനോട് പറയുന്നത്, ഞങ്ങൾക്കെല്ലാം ഭയങ്കര ഒരു ഇതാ അവരെ കൊണ്ട് കിട്ടിയത്, ഭയങ്കര ഒരു ഫളില അവരെ കൊണ്ട് കിട്ടിയത്. എന്നെപ്പോഴത്തെ അനവധി ആൾക്കാർക്ക് സുഖമുണ്ട്. ഉസ്താദ് എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് 29 രാവിൻ്റെ നോമ്പിൻ്റെ ബർക്കത്ത് കൊണ്ട് ഈ രാത്രി എനിക്കും വേണ്ടി ദുആ ചെയ്യണം. അതാണ് ഞാൻ ഇത് പറഞ്ഞത്. 29ാമത്തെ രാവിൽ എനിക്ക് അയച്ചു തന്നതാണ് ആ സ്ത്രീ. എൻ്റെ ഇവിടെ വീഡിയോ കണ്ടിട്ട് അയച്ചു തന്നതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വീഡിയോ കാണുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിപ്പോകാം ഞാൻ തങ്ങളെ അനുകൂലിക്കുന്നവരാണ് അല്ലെങ്കിൽ എതിർക്കുന്ന ആളാണ്. ഞാൻ രണ്ടിലും പെട്ട ആളല്ല. എനിക്ക് തോന്നുന്ന നല്ല കാര്യങ്ങൾ എന്തുണ്ടോ അത് ഞാൻ സമൂഹത്തിൽ ഞാൻ പറയും, അത് ഞാൻ പ്രചരിപ്പിക്കും. പക്ഷെ ഇത് വോയിസ് കേട്ടപ്പോൾ എനിക്കതിൽ അവരുടെ ഒരുപാട് സങ്കടങ്ങൾ ഈ തങ്ങളിലൂടെ, അവരുടെ പ്രാർത്ഥനയിലൂടെ, അവരുടെ ചികിത്സയിലൂടെ മാറി എന്നുള്ള കഥയാണ് പറയുന്നത്. എന്തായാലും ശരി,
പല വിധത്തിലും തങ്ങളെക്കുറിച്ചിട്ടുള്ള അപവാദങ്ങളും വിവാദങ്ങളും കൊഴുക്കുന്ന ഈ ഘട്ടത്തിൽ ഇത്തരം ചെറിയ നല്ല കാര്യങ്ങൾ കൂടി അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. പാൻറ്റിട്ടു, കണ്ണാടി വെച്ചു, കൂളിംഗ് ഗ്ലാസ് ധരിച്ചു, ഇതൊക്കെയാണ് തങ്ങൾ ചെയ്ത വലിയ പാപങ്ങളെന്നാണ് പല ആളുകളും പറയുന്ന വീഡിയോകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്ന മറ്റ് സംസ്ഥാനങ്ങളിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന മറ്റു തങ്ങന്മാരും പാണക്കാട് തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ പാൻറ്റ് ധരിച്ചിരുന്നു. അവരിപ്പോഴും ധരിക്കാറുണ്ട്. അപ്പോൾ പാൻറ്റ് ധരിച്ചത് കൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുമെന്നും അല്ലെങ്കിൽ അത് ഹറാമാണെന്നും ഒരിടത്തും ഞാൻ നോക്കിയിട്ട് കണ്ടിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല. ഇനി മറ്റ് വിഷയങ്ങൾ നമുക്ക് അറിയാനും പാടില്ല. എന്തായാലും ശരി, കുറേ ആളുകൾക്ക് ഈ തങ്ങളെ കൊണ്ട് തങ്ങളുടെ ദുആയിലൂടെ ചികിത്സയിലൂടെ ഫലമുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ബഹുമാനപ്പെട്ട നാസർ ഉസ്താദ് ഉൾപ്പെടെയുള്ള ആളുകളുടെ കുടുംബത്തിന് അവിടെ ചികിത്സയ്ക്കൊക്കെ പോയിട്ട് അതിന് ഫലമുണ്ടായി എന്നുള്ള കഥ നമ്മളോട് പറയുകയുണ്ടായി. ഇതിപ്പോൾ രണ്ടാമത്തെ വോയിസ് ക്ലിപ്പ് എനിക്ക് അനുഭവപ്പെട്ട ഒരു കുറിപ്പ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം. എന്തായാലും ഹക്കും ബാത്തിലുമൊക്കെ തിരിച്ചു തരാൻ കഴിവുള്ളവൻ അവനാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നല്ലതിന് വേണ്ടി കൈകോർക്കാം. അല്ലാഹു തആല എല്ലാവർക്കും ഹിദായത്ത് തരട്ടെ. ഇപ്പോൾ ഒരു ചുരുക്കി പറഞ്ഞാൽ സീരിയൽ കണ്ടുകൊണ്ടിരുന്ന ഒരുപാട് സ്ത്രീജനങ്ങൾ ഇപ്പോൾ ഓൺലൈൻ ദീനി മജ്ലിസുകളിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഹറാമുകളെങ്കിലുമൊക്കെ കുറേയൊക്കെ മാറിക്കിട്ടി. അവർ ദീൻ പഠിക്കാനും ഖുർആൻ പഠിക്കാനും കുറേ ദിക്റുകൾ ചൊല്ലാനും ഒക്കെ സമയം കണ്ടെത്തുകയും മാറ്റിവെക്കുകയും ചെയ്തു എന്ന് കാണുന്നുണ്ടെങ്കിൽ, എന്ന് നമ്മൾ അറിയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ ഓൺലൈൻ മജ്ലിസുകളുടെയൊക്കെ ഗുണവും. എന്നാൽ ഇതിലേക്കാറേറെ ദോഷവും ഉണ്ടാകുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതൊക്കെ പല വശങ്ങളാണ്, നമുക്കതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. ഇപ്പോൾ ഞാനിതിപ്പോൾ പറഞ്ഞത് നൂറെ ഹബീബിൻ്റെ തങ്ങളെക്കുറിച്ച് ആ പ്രിയപ്പെട്ട മാതാവ് വളരെ സങ്കടപ്പെട്ട ഒരു വോയിസ് ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നത് നിങ്ങളെടുത്ത് പറയണമെന്ന് എനിക്ക് തോന്നി, നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഞാനത് നിങ്ങളുടെ മുന്നിലേക്ക് ഷെയർ ചെയ്യുന്നത്. എന്തായാലും അല്ലാഹു തആല നമ്മളെയൊക്കെ ഒന്നിപ്പിക്കട്ടെ, അല്ലാഹു തആല നമ്മളെ നന്നാക്കട്ടെ, നമ്മുടെ ദുആഇനെ അല്ലാഹു സ്വീകരിക്കട്ടെ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾ അല്ലാഹു പുറത്തു തന്ന് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഒരു അനുഭാവിയിലും പെട്ട ആളല്ല. ഞാൻ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ വിമർശിക്കുകയോ അതുപോലെ തന്നെ കുറ്റം പറയുകയോ ചെയ്യുന്ന നമുക്ക് പറ്റിയ പണിയല്ല. എന്തായാലും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് പറയാതിരിക്കാനും നിവൃത്തിയില്ല. അപ്പോൾ ഞാനിങ്ങനെ സമൂഹ മാധ്യമത്തിലൂടെ എൻ്റെ അറിവിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്ന് മാത്രം. ഉൾക്കൊള്ളുന്നവർക്ക് ഉൾക്കൊള്ളാം, തള്ളിക്കളയുന്നവർക്ക് തള്ളിക്കളയാം എന്ന് കരുതിയിട്ട് ഞാൻ ഇന്ന ആളാണ് എന്ന് നിങ്ങൾ മുൻകൂട്ടി കണ്ട് തീരുമാനിക്കരുത്, വിരിക്കരുത്. നമുക്കെല്ലാവരെയും നമ്മൾ ഇഷ്ടപ്പെടുന്നവരാണ്. എല്ലാ വിഭാഗത്തിനെയും നമ്മൾ അംഗീകരിക്കുകയും അവരെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകളാണെങ്കിൽ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും അനുസരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ്. അല്ലാഹു തആല നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.